നൂറുദ്ദീൻ നമ്മൾ അന്ന് നൂറുദ്ദീൻ വാർഡ് മെമ്പറാണ്. അന്ന് രാവിലെ വാർത്ത കണ്ടവർക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ആദ്യം ഫോൺ വിളിക്കുന്നത് നൂറുദ്ദീനെയാണ്. ഭയങ്കര വേദനയോടുകൂടി കരച്ചിലിൻ്റെ വക്കോളം എത്തിയ ശബ്ദത്തിൽ കാര്യങ്ങൾ പറഞ്ഞ ആളാണ് നൂറുദ്ദീൻ. എങ്ങനെയാണ് ഇനി മുന്നോട്ടേക്കുള്ള പോക്ക് എന്ന് ചർച്ചകൾ തുടങ്ങി വെക്കേണ്ടത്? ഇനി മുന്നോട്ട് ഇപ്പോൾ ഓൾറെഡി നമുക്ക് സ്കൂളൊക്കെ കുട്ടികളെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് ഒരു ഒന്നാം ഘട്ടമായിട്ട് ചെയ്യേണ്ടതാണ്. നമ്മളെ എല്ലാവരും എങ്ങനെ ആയിപ്പോയി, നമ്മൾ വളർന്നു വരുന്ന മക്കൾ അവർ നല്ലൊരു ഇതിലായിട്ടാണ് വളർത്തിക്കൊണ്ടുവരണം. ആദ്യം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഇപ്പോൾ 400 വീട് പോയവർ ഇവിടെ കിടക്കുന്നുണ്ട്. അവരെ സേഫായിട്ട് പിന്നെ എവിടെയെങ്കിലും വാടക വീട്ടിലും നല്ലൊരു സ്ഥലത്ത് എത്തിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ സ്കൂൾ തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് മന്ത്രി എല്ലാവരും കൂടെ ആയിട്ടുള്ള മീറ്റിങ്ങിൽ ആദ്യം നമ്മളെ സ്റ്റേജ് സ്കൂളും പിന്നെ രണ്ടാമത് ഈ വാടകയ്ക്ക് ഇവരെല്ലാം സേഫാക്കുക. അത് അടുത്ത ഘട്ടത്തിൽ നമ്മളെന്താക്കുന്നത് അവരെ വീടുകൾ കാര്യങ്ങൾ ടൗൺഷിപ്പ് പോലെ ചെയ്യാമെന്നാണ് നമ്മളെ മന്ത്രിതലത്തിലും സർക്കാരിൻ്റെ തലത്തിലും പഞ്ചായത്തിൻ്റെ തലത്തിലും നമ്മുടെ ജനങ്ങളുടെ എല്ലാവരുടെയും നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു ചർച്ചയിൽ വന്നിട്ടുള്ളത്. അതാണ് നമ്മളെ ഉദ്ദേശം. പിന്നെ സാറേ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. അതായത് നമ്മളെ നാട്ടുകാരെ നിങ്ങളെല്ലാവരും കൂടെ ലോകത്ത് ഇത് കാണുന്ന എല്ലാവരും കൂടെ ഞങ്ങൾ ഈ ആളുകളെ വഴിയിലിടരുത് നിങ്ങളെല്ലാവരും. എനിക്കതാ പറയാനുള്ളത്. അല്ല, ഞാൻ തുറന്ന് പറയണേ, ഇത് കാണുന്ന ഒരുപാട് മാധ്യമങ്ങൾ എല്ലാവരും ലോകം കാണുന്നുണ്ട് ഇത്. പക്ഷേ ഞങ്ങൾ ഈ മേപ്പാടി ടൗണിലാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ ഉള്ളത്. അവരെ നിങ്ങളെല്ലാവരും സഹായിക്കുക, മനസ്സറിഞ്ഞ് സഹായിക്കുക. ഒരു രൂപെങ്കിലും തന്ന് ലോകത്തുള്ളവരിട്ടാൽ ഇവരെല്ലാവരും നമുക്ക് രക്ഷിക്കാൻ പറ്റും. അവരെ നല്ലൊരു അധികം വലിയ വീട് അതൊന്നും ആരും ഉദ്ദേശിച്ച് ഞാനിന്ന് ക്യാമ്പിൽ പോയിരുന്നു. എൻ്റെ ഉമ്മമാരും അമ്മമാരും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു റൂം, ഒരു ചെറിയ കിച്ചണ്, അതിൽ കിടക്കാനുള്ള ഒരു ചെറിയ ബെഡ് നിലത്തിൽ അത് എങ്ങനെ സംഘടിപ്പിച്ച് തരണം. അതിന് നിങ്ങൾ ഈ കാണുന്ന ഈ ലോകം ഇത് കാണുന്നുണ്ട്. ഞങ്ങളെ ഈ നാട്ടുകാരെ ഒരാളും വഴിയിലിടരുത്. അതാ എനിക്ക് പറയാം. വേറൊന്നും എനിക്കധികം പറയാനില്ല. അതെ, എൻ്റെ കൂടെ ഒരുപാട് സ്ത്രീകൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്. എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് രക്ഷിക്ക് നൂറുക്കാന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ കരയില്ലാതെ എൻ്റെ മുന്നിൽ വഴികളൊന്നും ഞാനിന്ന് ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ അവസ്ഥ സാർക്കറിയല്ല ഞാൻ വിളിച്ചതൊക്കെ. അതുപോലെ ഇപ്പം നമ്മളെ ലോകം ഞങ്ങളെ രക്ഷിക്കുന്നുണ്ട്. ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭരണം, കേരള ഭരണം, പഞ്ചായത്ത്, കേന്ദ്രം, ലോകം മൊത്തം ഞങ്ങളെ കൂടെ ഉണ്ട്. അതുപോലെ ഞങ്ങളെ ഈ ക്യാമ്പിൽ കിടക്കുന്ന പാവങ്ങളെ ഇനി കഴിയില്ല അവരെ വിഷമം കേൾക്കാൻ. ഞാൻ അന്നോ കേട്ട് ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഒരു മണിക്ക് ക്യാമ്പ് കയറിയിട്ട് സാറൊക്കെ വിളിക്കുന്നു, വരാൻ കഴിയുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് പോയി. അപ്പോൾ എനിക്കിത് കണ്ടു നിൽക്കുന്നവരോട് ഞങ്ങളെ ചൂരൽമല, മുണ്ടക്കായി, അട്ടമലുള്ളവരെ ഒന്നും വേണ്ട, അവർക്ക് ഒരു മഴയും വെള്ളമൊന്നും ഒലിക്കാത്ത ഒരു നല്ലൊരു സ്ഥലത്തേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം എന്ന് എനിക്ക് വേറെ ഒന്നുമില്ല സാർ. എല്ലാവരും ഒരുമിച്ച് നിർത്തണം, എല്ലാവരും ഒരുമിച്ച് നിർത്തണം, വേറെ ആക്കരുത്. അതായത് പുത്തുമല ദുരന്തത്തിൽ പെട്ടാളാണ് ഞാൻ. പക്ഷെ അന്ന് ഗവൺമെന്റ് മാതൃഭൂമി നല്ല സ്ഥലം തന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച്. പക്ഷെ അതിലൊരു 10-20 കുടുംബം എന്തായി മാറിപ്പോയി. അവർ ഇന്ന് ഇവിടെ കിടക്കുന്ന ഉരുൾപൊട്ടി കിടക്കുന്ന അതേ ആളുകളുടെ അവസ്ഥയാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടൊന്നും ചെതറാൻ നിൽക്കരുത്, ഞങ്ങൾ നിങ്ങളോട് പറയും ആ സമയത്ത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങി നമുക്ക് ഒരുമിച്ച് എല്ലാ സ്ഥലത്തും നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ അവർക്കൊപ്പം ആ ദിവസം മുതൽ, ആ ഉരുൾപൊട്ടിയ സമയം മുതൽ അവർക്കൊപ്പം ഉണ്ട്. ഈ സമയം വരെ നൂറുദ്ദീൻ നമ്മൾക്ക് അത് കാണുന്നുണ്ട്.